ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളോട് തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ FD ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ റീസെന്റ് ഞാൻ ഇപ്പോൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ എനിക്ക് ആക്ച്വലി IDFCയുടെ വാവ് കാർഡ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ വ്യൂവേഴ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി വാവ് കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, എനിക്ക് സെക്യൂർഡ് കാർഡിന്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എൻ്റെ 46-47 പ്ലസ് സംതിങ് എൻ്റെ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകളുണ്ട്. എനിക്ക് എല്ലാ ബാങ്കിൻ്റെയും ഉണ്ട്, നമ്മുടെ IDFCയുടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആക്ച്വലി സെക്യൂർ കാർഡിന്റെ ആവശ്യമില്ല. സെക്യൂർ കാർഡ് എടുക്കുന്നത് എന്തിനാ, നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാനാണ്. അങ്ങനെ നിങ്ങൾക്ക് ആക്ച്വലി ഒരു അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡ് കിട്ടാനും അതുപോലെ തന്നെ ലോണൊക്കെ കിട്ടാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സെക്യൂർ കാർഡ്. എന്ന് വെച്ചാൽ നോർമലി മിക്ക ആൾക്കാർക്ക് ഇപ്പോൾ ഈ അൺസെക്യൂർ കാർഡൊന്നും കിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈലും നമ്മുടെ ജോബ് പ്രൊഫൈലും ഇൻകം ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡ് തരിക. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അക്കൗണ്ടിന്റെ ബേസിക്കലി പ്രീ അപ്രൂവ് ആയിട്ട് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡ് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയാണ് ആക്ച്വലി സെക്യൂർ കാർഡ് ഇറക്കിക്കുന്നത്. പക്ഷേ സെക്യൂർ കാർഡിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് അതിന് FD ഇട്ടിട്ടാണ് നമുക്ക് ആ കാർഡ് കിട്ടുന്നത്. അപ്പൊ ആ FDയുടെ ബേസിലാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് തരുന്നത്. അപ്പൊ നമ്മൾ എത്രയാണ് FD ഇട്ടേക്കുന്നത് ആ എമൗണ്ടിന്റെ അനുസരിച്ചായിരിക്കും നമ്മുടെ ലിമിറ്റ് കിട്ടുക. അപ്പൊ എന്താ വെച്ചാൽ ബാങ്കിന് എന്താ പറയാ റിസ്ക് ഇല്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇത് അടച്ചില്ലെങ്കിൽ തന്നെ അവർക്ക് ആ FD എമൗണ്ട് എടുക്കാൻ പറ്റും. അതാണ് ആക്ച്വലി സെക്യൂർ കാർഡിന്റെ ഒരു പ്ലസ് പോയിന്റ് ഫോർ ബാങ്ക്സ് കിട്ടുക. പക്ഷെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു FD ആണ്. FD എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് റിട്ടേൺ കിട്ടും. ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 7.1 ആ റേഞ്ചൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ IDFC ബാങ്കിന്റെ ഒരു കാർഡ് ഞാൻ എടുത്തപ്പോൾ ഞാൻ 50,000 രൂപയാണ് നമ്മൾ FD ഇട്ടിട്ട് എടുത്തത്. അപ്പൊ നമ്മൾ അതിന്റെ വീഡിയോ സംഭവങ്ങളൊക്കെ ചെയ്താണ്. അപ്പൊ ഞാൻ റീസെന്റ് ഇപ്പൊ 2-3 ആഴ്ച ചെയ്യുന്നുണ്ട്. 2-3 ആഴ്ചക്ക് മുമ്പ് നമ്മൾ അത് ക്ലോസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്ലോസ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഇതുവരെയായിട്ടും ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ റീസെന്റ് തന്നെ എനിക്ക് ഞാൻ കുറച്ച് ദിവസം മുമ്പ് 2-3 ദിവസം മുമ്പ് തന്നെ നമുക്ക് ആ എമൗണ്ട് ഇപ്പൊ തിരിച്ച് നമുക്ക് കിട്ടിയിട്ടാ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ IDFC ബാങ്കിന്റെ ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ FD കാർഡ് ക്ലോസ് ചെയ്തതിന്റെ സംഭവത്തിന്റെ ലെറ്ററാണിത്. ഒരു NOC പോലെ തന്നെ, NOC അല്ല ശരിക്കും, സെക്യൂർ കാർഡിന് NOC ആവശ്യമില്ലല്ലോ. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി നമ്മൾ പറയാൻ വന്നത് ഇതുപോലെ ഞാൻ IDFC ബാങ്കിന്റെ വാവ് കാർഡ് തീരെ റെക്കമെൻഡ് ഇപ്പൊ ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഭയങ്കര ബോറ് കസ്റ്റമർ കെയർ സർവീസ് ആണ്. അവന്മാര് നമ്മൾ റിപ്ലൈ ചെയ്താലും തിരിച്ചു വിളിക്കില്ല, എങ്ങനെ വിളിച്ചാലും കിട്ടില്ല, ഇമെയിൽ ചെയ്താലും റിപ്ലൈ തരില്ല, ട്വിറ്ററിൽ ഇട്ടിട്ട് പോലും അവന്മാരെ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ അത്രയും തല്ലിപ്പൊളി കൂതറ സർവീസാണ്. അപ്പൊ ഞാൻ പണ്ട് പറയാറുണ്ട്, ഇപ്പൊ നമ്മളിപ്പോ വൺ കാർഡ് ലൈറ്റ് അതുപോലെ SBM ബാങ്കിന്റെ ഒക്കെ കുറെ നമ്മുടെ എന്താ പറയാ സെക്യൂർ കാർഡുകളുണ്ട്. അപ്പൊ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ IDFC ബാങ്ക് ഭേദമാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ IDFC ബാങ്കിന്റെ വാവ് കാർഡിന്റെ നമ്മൾ കുറെ 2-3 വർഷം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രത്യേകിച്ച് വേറെ ചാർജും സംഭവമൊന്നുമില്ല. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല. IDFC ബാങ്കിന്റെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയാ പ്രൈവറ്റ് ബാങ്ക് ആണല്ലോ, നമ്മുടെ മെയിൻ പ്രൈവറ്റ് ബാങ്ക് ആണല്ലോ. പക്ഷെ ഇവരുടെ ഇത്രയും തല്ലിപ്പൊളി സർവീസ് ഞാൻ SBM ബാങ്കിൽ പോലും കണ്ടിട്ടില്ല കേട്ടാ. ഇതിനായിട്ടും ഭേദം എനിക്ക് തോന്നുന്നത് നമ്മുടെ SBM ബാങ്കിന്റെ FD കാർഡുകളാണ്. അപ്പൊ ഞാൻ ഈ സാധനം ഇപ്പൊ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ഇവരുടെ എത്ര ഇമെയിൽ അയച്ചെന്നാൽ ഒരു പിടി തരുന്നില്ല. ലാസ്റ്റ് ഞാൻ ട്വിറ്ററിൽ കുറെ ട്വിറ്ററിൽ കുറെ ട്വീറ്റ് ചെയ്തു, കുറെ പബ്ലിക് ട്വീറ്റ് ചെയ്തു. അപ്പൊ അത് കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്മാരെ വിളിച്ചു തുടങ്ങി. എന്ന് വെച്ചാൽ പബ്ലിക് ട്വീറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും കാണുമല്ലോ, പ്രത്യേകിച്ച് നമുക്ക് റീച്ച് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു തുടങ്ങി. അപ്പൊ അവർ പറഞ്ഞു ഇതിപ്പോ ശരിയാവും. അപ്പൊ സംഭവം എന്തായാലും 5 ദിവസത്തിനുള്ളിൽ ക്രെഡിറ്റ് വരും. അപ്പൊ നിങ്ങൾ എന്തായാലും ആ ട്വീറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ പറയുന്നു. അപ്പൊ ഇത്രയും തല്ലിപ്പൊളി സാധനം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല IDFC ബാങ്കിന്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല IDFC ബാങ്കിന്റെ വാവ് കാർഡ്. എന്ന് വെച്ചാൽ അത്രയും പ്രത്യേകിച്ച് ഹൈ എമൗണ്ട് ആണ്, ഹ്യൂജ് എമൗണ്ട് ആണ് നിങ്ങൾ FD എടുക്കുന്നത് വെച്ചാൽ ഇവരെ തിരിച്ചു കിട്ടാൻ എന്തായാലും ഒരു മാസം നിങ്ങൾ പ്രതീക്ഷിച്ചോ നല്ല സാധനം തിരിച്ചു പോലെ. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് എടുത്തു സാധനം തിരിച്ചു കിട്ടാൻ. നമുക്ക് ഇൻട്രസ്റ്റും സംഭവം കിട്ടി, പക്ഷെ നല്ല തല്ലിപ്പൊളി സർവീസ് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഒരു റിപ്ലൈ തരില്ല, ഇമെയിലിൽ ഒന്നിനും റിപ്ലൈ തരില്ല. അപ്പൊ ഇതിനായിട്ടും വേറെ നിങ്ങൾ വല്ല SBM ബാങ്കിന്റെ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 1% ക്യാഷ് ബാക്ക് നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും ഉണ്ട്, ലൈഫ് ടൈം ഫ്രീ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീന്റെ ആംപ്ലിഫൈ കാർഡ് എടുക്കാം. പക്ഷെ അതൊരു പ്രീമിയം കാർഡാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള റിവാർഡ്സും അതുപോലെ തന്നെ ബെനിഫിറ്റ് ആ കാർഡ് തരുന്നുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമുണ്ടോ? ഏതെല്ലാം എടുത്താൽ മതി. അതിനായിട്ടും ഭേദം അവരുടെ കസ്റ്റമർ കെയർ സർവീസ് ആണ് കേട്ടോ. അയ്യോ, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല IDFC ബാങ്കിന്റെ. അപ്പോൾ ഒരു സെക്യൂർ കാർഡ് അല്ലെങ്കിൽ FD കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നു, ഈ FD ഇട്ട കാശ് ക്യാൻസൽ ചെയ്ത് എടുത്തിട്ട് ഉപയോഗിക്കാന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. അത് മിക്ക SBM ബാങ്കായാലും അത്യാവശ്യം നല്ല ലേറ്റ് ഒക്കെ ഉണ്ട്, 7 to 10 days ഒക്കെ അവർ പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു 2 to 3 weeks ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ IDFC ബാങ്കിന്റെ വരെ 4 weeks 5 weeks ഒന്നും ആവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അത്രയും ശരിക്കും തീരെ പ്രതീക്ഷിച്ചില്ല. അവർ ഇത്ര ലാഗ് ആക്കുന്നു അല്ലെങ്കിൽ റിപ്ലൈ തരാണ്ടിരിക്കുന്നു, അങ്ങനെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല.
IDFC ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു ബാങ്ക് അല്ലേ, ബാങ്കാണ്, സോറി, ഇപ്പൊ എല്ലാ ബാങ്ക് തന്നെ, SBI ബാങ്കും ബാങ്ക് തന്നെയാണ്, പക്ഷെ അതൊരു ഫോറിൻ ബാങ്കാണ്, സബ്സിഡറി ബാങ്കാണ്. പക്ഷെ IDFC ബാങ്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ മെയിൻ ബാങ്കാണ് പ്രൈവറ്റ് ബാങ്കിൽ. അവരിങ്ങനെ നല്ല ഞാൻ തീരെ പ്രതീക്ഷയില്ല അവരെ. എനിക്ക് ആക്ച്വലി ഇവരെന്ന് എവരേലും അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, സേവിങ്സ് അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ റീസെന്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ചാർജ് അവന്മാർ പിടിക്കുന്നത്. നമ്മുടെ 25,000 സംതിങ് അന്നുണ്ട് മിനിമം ബാലൻസ് ഉണ്ടായിരുന്നത്. അതിന് ഒരു പൈസ കുറഞ്ഞ അപ്പം അവന്മാർ ചാർജ് പിടിക്കും. അങ്ങനത്തെ തല്ലി ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചായിട്ട്. ഇപ്പൊ കാർഡ് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോ എൻ്റെ പിന്നെ ഒരെണ്ണമുള്ള അൺസെക്യൂർഡ് കാർഡ് ഒരെണ്ണുണ്ടായിരുന്നു. അത് പണ്ടോട്ടേ ഉള്ളത്. അപ്പൊ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിബിലിനെ എഫക്ട് ചെയ്തുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യാണ്ടിരിക്കുകയാണ്. പിന്നെ അത് പിന്നെ ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ കുറെ പേര് FD കാർഡ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടും 2 ആഴ്ച കഴിഞ്ഞിട്ടും ക്ലോസ് ചെയ്യുക എന്ന് വെച്ചാൽ അവർക്ക് ക്യാഷിന്റെ ആവശ്യം വരുമ്പോൾ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാണ്, അങ്ങനത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാശ് ആവശ്യം ഉണ്ടെങ്കിൽ ഈ പരിപാടിക്ക് പോരുന്നില്ല. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒന്നും സാധനം കിട്ടില്ല. അത്യാവശ്യം നല്ല ലാഗ് വരുന്നുണ്ട്. അത് ഏതായിക്കോട്ടെ, ഇപ്പോൾ IDFC ആയിക്കോട്ടെ, വൺ കാർഡ് ലൈറ്റ് ആയിക്കോട്ടെ, മാഗ്നറ്റ് ആയിക്കോട്ടെ, ഏതായാലും ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലാഗ് വരും കേട്ടോ സാധനം തിരിച്ചു കിട്ടാൻ. പിന്നെ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നവർക്ക് അതിന്റെ ചാർജും സംഭവങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് ആയിരിക്കും ആ കാർഡ് ഉണ്ടെങ്കിൽ കാർഡിന്റെ ചാർജ് വരും, പിന്നെ ഫൈൻ ചാർജ് വേറെ വരും. അപ്പോൾ പെട്ടെന്ന് ക്ലോസ് ചെയ്താൽ അതൊക്കെ പിടിച്ചാൽ ബാക്കി തരില്ല കേട്ടോ. ഇൻട്രസ്റ്റും കിട്ടില്ല, ബാക്കി നഷ്ടവും വരും. അതാണ് വേറെ പ്രത്യേകിച്ച്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാത്രം FD കാർഡ് എടുക്കുക കേട്ടോ. FD കാർഡ് എടുക്കുന്നതിന്റെ മെയിൻ പർപ്പസ് എന്താ, നമ്മുടെ സിവിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി എടുക്കുക. അത് ചുമ്മാ കാർഡ് കിട്ടാൻ വേണ്ടി DMI എടുക്കാൻ വേണ്ടിയിട്ടൊന്നും സാധനം എടുക്കാണ്ടിരിക്കട്ടെ. അതാണ് നമ്മൾ ആക്ച്വലി ഈ വീഡിയോ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും സംശയങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്യുക. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കാത്തവർ ഫോളോ അടിക്കുക കേട്ടോ. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അടുത്ത് വല്ലാണ്.